ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വില്യം ഷേക്സ്പിയർ എഴുതിയ ജൂലിയസ് സീസറാണ്. ഈ വീഡിയോ കണ്ട് ഈ ഒരു ടോപ്പിക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ദാറ്റ്സ് ഇറ്റ്, നമുക്ക് നോക്കാം. ജൂലിയസ് സീസർ എന്ന് പറയുന്ന ഈ ഒരു പ്ലേ ഒരു ഹിസ്റ്റോറിക് അഥവാ ട്രാജഡി പ്ലേ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇറ്റ് വാസ് ഫസ്റ്റ് പെർഫോമഡ് ഇൻ 1599. മേജർ ക്യാരക്ടേഴ്സ് നമുക്ക് നോക്കാം. ജൂലിയസ് സീസർ ഒരു റോമൻ ജനറലാണ്. അതുപോലെ തന്നെ ഗ്രാജുവലി ആയിട്ട് ഗെയിനിങ് പവർ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. കാൽപൂർണിയ വൈഫ് ഓഫ് ജൂലിയസ് സീസർ. ഒക്ടേവിയസ് സീസർ നെഫ്യൂ ഓഫ് ജൂലിയസ് സീസർ. അതുപോലെ തന്നെ അഡോപ്റ്റഡ് സൺ എന്നും ചില വർക്കിൽ നമുക്ക് കാണാൻ പറ്റും. മാർക്കസ് ബ്രൂട്ടസ് റോമൻ പൊളിറ്റീഷ്യനാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ഓഫ് ജൂലിയസ് സീസർ. പോർഷ്യ ബ്രൂട്ടസിൻ്റെ വൈഫാണ്. കായസ് കാഷ്യസ് ഒരു ചീഫ് കോൺസ്പിറേറ്റർ എന്ന ടേം എന്തിനാണ് യൂസ് ചെയ്യുന്നുള്ളത്? ഒരു അഥവാ ഒരു പ്ലോട്ടിംഗ് നടത്തുന്ന ആൾക്കാരാണ്. ടു സീസ് ദ സ്റ്റേറ്റ്, ഇവരെയാണ് കോൺസ്പിറേറ്റർ എന്ന് പറയുന്നത്. കായസ് കാഷ്യസ് ചീഫ് കോൺസ്പിറേറ്റർ. കാസ്ക അനദർ കോൺസ്പിറേറ്റർ. ദെൻ വി ഹാവ് മാർക്ക് ആൻ്റണി, റോമൻ ജനറലാണ്. ലെപ്പിഡസ് ഈസ് അനദർ റോമൻ ജനറൽ. ലാസ്റ്റ്ലി വി ഹാവ് മാരുലസ് ആൻഡ് ഫ്ലേവിയസ്. ഇവരാണ് ട്രിബ്യൂൺസ് ഓഫ് റോം. ട്രിബ്യൂൺസ് എന്ന് പറയുന്നത് ആൾക്കാരുടെ വോയിസായിട്ട് പ്രതിനിധീകരിച്ച് പോകുന്ന രണ്ടാൾക്കാർ. ഓക്കെ. ആക്ട് 1 മാരുലസ് ആൻഡ് ഫ്ലേവിയസ് ദ ട്രിബ്യൂൺസ് ഓഫ് റോം. ഓക്കെ, ഈ രണ്ട് വ്യക്തികൾ എന്ത് ചെയ്യുന്നുണ്ട്? ജൂലിയസ് സീസറിൻ്റെ വിക്ടറി ആഘോഷിക്കാൻ വന്ന് ഗ്യാതറിങ്ങിൽ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു വിക്ടറി ജൂലിയസ് സീസറിന് ലഭിക്കുന്നുള്ളത് കുറേ ഗെയിംസ് പ്ലാൻസ് ഒക്കെ ചെയ്തത് കൊണ്ടാണ്. മാർക്ക് ആൻ്റണിക്കും അതിലൊരു പങ്കുണ്ട്. ഓക്കെ, ഈ ഒരു സെലിബ്രേഷൻ്റെ പാട്ടാവാൻ വേണ്ടിയിട്ട് ഈ ഒരു സെലിബ്രേഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് ജൂലിയസ് സീസർ പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്കാണ് ജൂലിയസ് സീസറിന് ഒരാൾ തടഞ്ഞു നിർത്തുന്നുണ്ട്. And he says that beware or be careful of 15th of March. And ഇതേ സമയത്ത് on the other hand we can see Brutus and Cassius. ഇവർ രണ്ടുപേരാരാണ്? കോൺസ്പിറേറ്റേഴ്സ് ആണ്. ഈ രണ്ടാൾക്കും വളരെ ഒരു സസ്പീഷ്യസ് ആകുന്നുണ്ട്. കാരണം ഈ റിപ്പബ്ലിക് എന്ന് പറയുന്ന സ്ഥലത്ത് എത്രത്തോളം പവറാണ് ഈ ഒരു സീസറിനുള്ളത്. കേഷ്യസിനൊക്കെ വളരെയധികം ജലസ് ആകുന്നുണ്ട്. ആ സമയത്താണ് കാസ്ക അനദർ കോൺസ്പിറേറ്റർ ആണ്. ഇവർ വന്ന് പറയുന്നുണ്ട്, ോടാണ് പറയുന്നുള്ളത് ദാറ്റ് 3 തവണ എംപറർ ഓഫ് റോമിൻ്റെ ക്രൗണ് ഓഫർ ചെയ്തിട്ട് പോലും സീസർ അത് റിഫ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. ഇതാണ് ആക്ട് 1. ഇനി ആക്ട് 2 നോക്കാം. കാഷ്യസ്, കാസ്ക ആൻഡ് ദെയർ അലൈസ്, അവരെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? കുറേ ഫാൾസ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും കുറേ കാര്യങ്ങൾ പേപ്പർ വർക്ക്സൊക്കെ ചെയ്തിട്ട് ബ്രൂട്ടസിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ബിക്കോസ് വാട്ട് ഈസ് ദെയർ പ്ലാൻ? അവരുടെ പ്ലാൻ എന്ന് പറയുന്നത് സീസറിനെ എന്താക്കണം? റിമൂവ് ആക്കണം, അഥവാ വധിക്കണം, ഇല്ലാത്താക്കണം എന്നുള്ള ഇതാണ് അവർക്കുള്ളത്. ആൻഡ് ദെൻ ദേ വിസിറ്റ് ബ്രൂട്ടസ്. ഒരു നൈറ്റിലാണ് അവർ പോകുന്നുള്ളത്. ആൻഡ് ദേ പെർസ്യൂഡ് ഹിം. സീസർ ആയിരിക്കും ഇനി ഇവിടെ ഒരു പവർ ആയിട്ടുള്ള ഒരാളാവാൻ പോകുന്നുള്ളത്. ഇത് നമ്മളെ ഡ്യൂട്ടിയാണ്, ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ടത് നമ്മളെ ഡ്യൂട്ടിയാണെന്നാണ് പറയുന്നത്. കാരണം കുറേ ഫാൾസ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ കാണിച്ചിട്ട് സീസറിനൊരു മാനിപ്പുലേഷനാണ് ഇവിടെ അവർ നടത്തുന്നുള്ളത്. ബ്രൂട്ടസ് കൺവിൻസ്ഡ് ആവുന്നുണ്ട്. ആൻഡ് ഇവരെല്ലാവരും കൂടിയിട്ട് ആരൊക്കെയാണ്? ബ്രൂട്ടസ്, കാഷ്യസ്, കാസ്ക, അതുപോലെ തന്നെ അവരെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഇവരൊക്കെ കൂടിയിട്ട് ദി ഓൾ പ്ലാൻ സീസേഴ്സ് ഡെത്ത്. ബ്രൂട്ടസ് ഈസ് വെരി ട്രബിൾഡ്. കുറേ ടെൻഷൻസൊക്കെ ഉണ്ട്, പക്ഷെ ഇതൊന്നും വൈഫിനോട് പറയാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ബ്രൂട്ടസിനുള്ളത്. ഫൈനലി 15th of March എത്തി. ആ സമയത്താണ് സീസറിൻ്റെ വൈഫ് കൽപൂർണിയ സീസറിനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്ലീസ് ഡു നോട്ട് ഗോ, ഇന്ന് എന്തായിട്ടും പുറത്ത് പോകണ്ട, ഇന്ന് സെനറ്റിലേക്ക് പോകണ്ട എന്ന് പറയുന്നുണ്ട്. ബിക്കോസ് കൽപൂർണിയ ഹാഡ് എ വെരി വേഴ്സ്റ്റ് ഡ്രീം, ഒരു ഫിയറും ഡ്രീമൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ സീസറിനോട് പോകണ്ട എന്നാണ് വൈഫ് പറയുന്നുള്ളത്. കൽപൂർണിയ കീപ്സ് ഓൺ ടെല്ലിങ് ഓർ റിക്വസ്റ്റിംഗ് സീസർ ടു സ്റ്റേ ബാക്ക്. അറ്റ് ലാസ്റ്റ് സീസർ ലിസൺസ് ടു ഹെർ. ഓക്കെ, പോകണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് അനദർ കോൺസ്പിറേറ്റർ ഈസ് കമ്മിങ് ദെയർ, ദാറ്റ് ഈസ് ഡെക്കേസ്. കുറേ ഫ്ലാറ്ററിങ് ഒക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ സീസറിനെ പെർസ്യൂഡ് ചെയ്യുന്നുണ്ട് പോകാൻ വേണ്ടിയിട്ട്. ആൻഡ് ദേ ഫൈനലി ഗോ ടു ക്യാപിറ്റോൾ. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടെ പോകുന്നുണ്ട്. ഈ സമയത്താണ് എല്ലാവരും സീസറിനെ സ്റ്റാബ് ചെയ്യുന്നുള്ളത്. ഓക്കെ,
എവ്രി കോൺസ്പിറേറ്റർ സ്റ്റാബ്സ് ഹിം. ലാസ്റ്റായിട്ട് സ്റ്റാബ് ചെയ്യാൻ വരുന്നതാണ് ബ്രൂട്ടസ്. ബ്രൂട്ടസ് ഗിവ്സ് ദ ഫൈനൽ ബ്ലോ. ആക്ട് 3. ഇവിടെ എല്ലാവരും ഒരു മാർക്കറ്റ് പ്ലേസിൽ എല്ലാവരും പ്രസൻ്റ് ആയിട്ടുണ്ട്. കാരണം ദേ ഹാവ് ടു ഗിവ് എ റീസൺ. എന്തിനാണ് സീസറിനെ വധിച്ചത് എന്നുള്ള ഒരു റീസൺ ക്രൗഡ്സിന് കൊടുക്കണം. ഈ സമയത്ത് എല്ലാവരും അവിടെ പ്രസൻ്റ് ആയിട്ടുണ്ട്. ബ്രൂട്ടസ് ഉണ്ട്, കാഷ്യസ്, മാർക്ക് ആൻ്റണി എല്ലാവരും ഉണ്ട്. ഈ സമയത്ത് കാഷ്യസ് ബ്രൂട്ടസിനോട് പറയുന്നുണ്ട് മാർക്ക് ആൻ്റണീനെ ഫ്യൂണറൽ സ്പീച്ച് നടത്താൻ അനുവദിച്ചൂടാ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ബ്രൂട്ടസ് എന്ത് ചെയ്യുന്നുണ്ട്, മാർക്ക് ആൻ്റണീനെ സ്പീച്ച് നടത്താൻ അലോ ചെയ്യുന്നുണ്ട്. അറ്റ് ഫസ്റ്റ് ബ്രൂട്ടസ് അഡ്രസ്സിങ് ദ പീപ്പിൾ. ബ്രൂട്ടസ് ആണ് ആദ്യം ഫ്യൂണറൽ സ്പീച്ച് നടത്തുന്നുള്ളത്. ഹി സേസ് ടു ദ പീപ്പിൾ ദാറ്റ് ദർ ആർ വേരിയസ് റീസൺസ് ടു കിൽ സീസർ. കുറേ റീസൺസ് ഉണ്ട്. കാരണം ഞങ്ങൾ കോൺസ്പിറേറ്റേഴ്സിനൊക്കെ ഒരു ഭയമായിരുന്നു സീസറിനെ, അതുകൊണ്ടാണ് ഞങ്ങൾ സീസറിനെ വധിച്ചതെന്ന്. ഓക്കെ, നെക്സ്റ്റ് ആരാണ് വരുന്നുള്ളത്? ആൻ്റണി. മാർക്ക് ആൻ്റണിയാണ് നെക്സ്റ്റ് സ്പീച്ച് പറയാൻ വരുന്നുള്ളത്. ഡയറക്റ്റായിട്ട് മാർക്ക് ആൻ്റണീൻ്റെ സ്പീച്ച് തുടങ്ങുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് തന്നെ കോൺസ്പിറേറ്റേഴ്സിൻ്റെ മോട്ടീവ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. മാർക്ക് ആൻ്റണി പറയുന്നുണ്ട് ഇത്ര തവണ നമ്മൾ ക്രൗൺ കൊടുത്തിട്ട് പോലും എല്ലാ തവണയും റിഫ്യൂസ് ചെയ്ത ആളാണ് ഈ ഒരു സീസർ. മാർക്ക് ആൻ്റണി ഓൾസോ റീഡ്സ് സീസേഴ്സ് വിൽ. അത് വായിക്കുന്ന സമയത്ത് ഹി സേസ് ദാറ്റ് സീസറിന് ഉണ്ടായിരുന്ന കുറച്ച് ലാൻഡും മണിയും ഇതൊക്കെ കോമൺ സിറ്റിസണിലേക്കാണ് എഴുതിയിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. ആഫ്റ്റർ ദ സ്പീച്ച് ഇത് എല്ലാവരും പ്രൊവോക്ക് ചെയ്തു. ലൈക്ക് ക്രൗഡ്സിനും എല്ലാവർക്കും ഒരു ട്രുത്ത് അറിയുന്ന സമയത്ത് ഒരു മേർഡറസ് ആയിട്ടുള്ള ഒരു റിയോട്ടിലേക്ക്, പ്രോബ്ലംസിലേക്ക് ഇത് നയിക്കുന്നുണ്ട്. ആക്ട് 4 നോക്കാം. ബ്രൂട്ടസ് ആൻഡ് കാഷ്യസ്. ഇവർ രണ്ടുപേരും കുറേ ആർമികളെ കൊണ്ടുവരുന്നുണ്ട്. ദേ ഗ്യാതേർഡ് ആൻ ആർമി ഇൻ നോർത്തേൺ ഗ്രീസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ബിക്കോസ് ദേ ഹാവ് ടു ഫൈറ്റ്. മാർക്ക് ആൻ്റണീൻ്റെ സ്പീച്ച് കേട്ടതിന് ശേഷം കുറേ ആൾക്കാർ ഫൈറ്റിന് വേണ്ടി വരുന്നുണ്ട്. സോ ദേ ഹാവ് ക്രിയേറ്റഡ് ആൻ ആർമി. ഓക്കെ, ഈ ഒരു മാർക്ക് ആൻ്റണി സീസറിൻ്റെ നെഫ്യൂൻ്റെ അടുത്ത് പോകുന്നുണ്ട്. ഒക്ടേവിയസ് സീസർ അതുപോലെ ലെപ്പിഡസ് പറയുന്ന രണ്ട് ആൾക്കാരും മാർക്ക് ആൻ്റണിയും ദേ ഹാവ് ജോയിനിങ് ദിയർ ഹാൻഡ്സ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു സ്ഥലം, ആ ഒരു പവർ പിന്നെയും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ദേ ഹാവ് ജോയിൻഡ് ദിയർ ഹാൻഡ്സ്. ബ്രൂട്ടസ് അതുപോലെ തന്നെ കാഷ്യസ്, ഈ രണ്ട് കോൺസ്പിറേറ്റേഴ്സിന് അവർക്ക് അവരുടെ ഫ്യൂച്ചർ വിചാരിച്ചിട്ട് വളരെ ഒരു ഡൗട്ട്ഫുൾ ആകുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞ ബ്രൂട്ടസിൻ്റെ വൈഫ് പോർഷ്യ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. ബ്രൂട്ടസിന് ഇത് താങ്ങാനേ പറ്റുന്നില്ല. ആൻഡ് ബ്രൂട്ടസിന് സീസറിൻ്റെ ഗോസ്റ്റിനെ കാണുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഹി കനോട്ട് ഈവൻ റെസ്റ്റ് എടുക്കാനും പോലും പറ്റുന്നില്ല ഈ ഒരു ബാറ്റിൽ. ആക്ട് 5 നമുക്കൊരു ബാറ്റിൽ ഫീൽഡ് കാണാൻ പറ്റും. വൺ സൈഡ് വി ഹാവ് മാർക്ക് ആൻ്റണി, ലെപ്പിഡസ് ആൻഡ് ഒക്ടേവിയസ്, ആൻഡ് അനദർ സൈഡ് വി ഹാവ് ബ്രൂട്ടസ്, കാഷ്യസ്, കാസ്ക. ഓക്കെ, ഈ സമയത്ത് ഫസ്റ്റത്തെ ബാറ്റിൽ ബ്രൂട്ടസിൻ്റെ ടീമാണ് വിൻ ചെയ്യുന്നുള്ളത്. പക്ഷേ കുറച്ച് കഴിഞ്ഞതിന് ശേഷം കാഷ്യസിൻ്റെ ഹോർസ് ഒരു എനിമി ഓവർടേക്ക് ചെയ്തത് കൊണ്ട് തന്നെ കാഷ്യസ് വളരെ ഒരു ഫിയറിലാണുള്ളത്. ആൻഡ് ആഫ്റ്റർ സം ടൈം ബ്രൂട്ടസിന് കാഷ്യസിൻ്റെ ഡെഡ് ബോഡി കാണുന്നുണ്ട്. ഓൾറെഡി വൈഫിൻ്റെ സൂയിസൈഡ് കാരണവും അതുപോലെ തന്നെ സീസറിൻ്റെ ഗോസ്റ്റ് കാരണവും ഒരു റെസ്ലെസ് ആയിട്ടാണ് ഈ ഒരു ബ്രൂട്ടസ് ഉള്ളത്. ആൻഡ് ഫൈനലി ബ്രൂട്ടസ് കമ്മിറ്റ്സ് സൂയിസൈഡ്. ബ്രൂട്ടസ് വിചാരിക്കുന്നുണ്ട് ഇത് മാത്രമാണ് ഒരു ഹോണറബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എൻ്റെ മുമ്പിലുള്ളത്, എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല, ഇറ്റ് ഈസ് ഓൺലി ദ ഹോണറബിൾ ഓപ്ഷൻ ഐ ക്യാൻ ഡു എന്ന് പറഞ്ഞിട്ടാണ് സൂയിസൈഡ് ചെയ്യുന്നുള്ളത്. എന്തോ ഒരു കാരണത്താലാണ് ബ്രൂട്ടസ് ഈ ഒരു പാർട്ടിൻ്റെ പ്ലാൻ ആകുന്നുള്ളത്. ബിക്കോസ് ഓഫ് ദ പെർസ്വേഡ് ഓഫ് കാഷ്യസ് ആൻഡ് കാസ്ക. ആൻഡ് മാർക്ക് ആൻ്റണി ഒരു ഫോർമൽ ഫ്യൂണറൽ ഓർഡർ ചെയ്യുന്നുണ്ട് ബ്രൂട്ടസിന് വേണ്ടിയിട്ട്. ആൻഡ് ഫൈനലി വി ക്യാൻ സീ മാർക്ക് ആൻ്റണി ആൻഡ് ഒക്ടേവിയസ് റിട്ടേൺ ടു റൂൾ ഇൻ റോം. ഇതോടുകൂടി നമ്മൾ പ്ലേ എൻഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.